19കാരിയെയും 31കാരനെയും കല്ലുകൊണ്ട് അടിച്ചു കൊന്നു. മുഖം വികൃതമാക്കിയ നിലയിൽ തിരിച്ചറിഞ്ഞത് ആ ബാഗുകളിലെ ഐഡന്റിറ്റി കാർഡുകൾ വഴി. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലെ ഗല്ലാമണ്ഡിയിലാണ് ഈ സംഭവം. യുവാവിനെയും സ്ത്രീയെയും കല്ലുകൊണ്ടാണ് അടിച്ചു കൊന്നിരിക്കുന്നത്. 19 വയസ്സുള്ള സ്ത്രീയെയും 31 വയസ്സുള്ള ഒരു പുരുഷനെയുമാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തുന്നത്. ഇവരുടെ അടുത്തു നിന്ന് കണ്ടെടുത്ത തിരിച്ചറിയൽ കാർഡുകൾ വഴിയാണ് ഇവർ ആരൊക്കെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത്. എന്താണ് കൊലപാതകത്തിന്റെ കാരണമെന്ന് പോലീസിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വ്യാഴാഴ്ചയാണ് ഹൽദ്വാനി മണ്ഡി സമുച്ചയത്തിനുള്ളിൽ ഗല്ലാമണ്ഡിക്ക് സമീപം ഈ യുവാവിനെയും യുവതിയെയും മരിച്ച നിലയിൽ ആ നാട്ടുകാർ കാണുന്നത്. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി, പിന്നാലെ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി തെളിവൊക്കെ ശേഖരിച്ചു. പ്രാഥമികമായ അന്വേഷണത്തിൽ കല്ലുകൊണ്ട് ആവർത്തിച്ചുള്ള മർദ്ദനമേറ്റാണ് ആ രണ്ടുപേരുടെയും മരണമെന്ന് മാത്രമാണ് പോലീസിന് പറയാൻ കഴിയുന്നത്. രണ്ടുപേരുടെയും തല അത് ക്രൂരമായി തകർത്ത നിലയിലായിരുന്നു. മുഖം വികൃതമാക്കിയിരുന്നു. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ബാഗിൽ നിന്നും ഈ ID കാർഡുകൾ കിട്ടുന്നത്. അങ്ങനെയാണ് അവർ ആരൊക്കെയെന്ന് തിരിച്ചറിഞ്ഞതെന്ന് പോലീസ് പറയുന്നു. मिली थी, उसके बाद हम लोग मौके पे आए हैं. इसमें कुछ IDs मिली हैं, उसके बेस पे हम लोग इनको आइडेंटिटी इस्टेब्लिश करने की कोशिश कर रहे हैं. इसमें एक जो है युवक है और एक युवती है और इन पे पत्थर से हमला किया हुआ लग रहा है कि किसी ऐसी चीज़ से इन पे हमला किया है. इनको मुंह को कुचलने का प्रयास किया गया और ये गंभीर घटना है. हम लोगों ने टीमें इसमें ऑलरेडी डिप्लॉय कर दी हैं. इनकी आइडेंटिटी भी हम लोग इस्टेब्लिश कर रहे हैं और पूरा घटनाक्रम हम लोग जानने की कोशिश कर रहे हैं. इसमें हम लोग इनको आइडेंटिफाई करके इसमें डॉग स्क्वाड भी हमने मौके पर बुलाया, फॉरेंसिक टीम भी बुलाई है. एविडेंस कलेक्शन हम लोग कर रहे हैं और इसमें जो भी एविडेंस मिलते हैं आगे उसके बेस पे आगे की कार्रवाई की जाए. 19 വയസ്സുള്ള ആ പെൺകുട്ടിയുടെ പേര് ലക്ഷ്മി പൊഖാരിയ. 31 വയസ്സുള്ള യുവാവിന്റെ പേര് ശുഭം തംത. പോലീസ് വെളിപ്പെടുത്തുന്നത് അങ്ങനെയാണ്. കൊലപാതകത്തിന്റെ വിശദ വിവരങ്ങൾ കണ്ടെത്താൻ ഒരു വലിയ സന്നാഹത്തെ നിയോഗിച്ചിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. को हमने शिफ्ट कर दिया है. फॉरेंसिक टीम्स अपना काम कर रही है. टेक्निकल टीम्स, SOG और आला ऑफिसर्स और सारा क्राइम टीम्स हमने 5-6 टीम्स बनाए हैं. कैमरा के लिए के 2-3 टीम्स बना रखा है. टेक्निकल काम करने के लिए 1 टीम और मैनुअल काम करने के लिए 3 टीम बना रखा है. टोटल जो है छोटी छोटी टुकड़ों में हमने विभिन्न टीम्स हमें ऑपरेट कर रही है. लगभग 2 से 3 घंटे के बाद हम आपको फिर से अवगत कराएंगे. उसमें सारा डिटेल्स हमको आपको बता देंगे. विक्टिम्स के बारे में, विक्टिम्स लास्ट बार क्या देखे गए थे. CCTV ദൃശ്യങ്ങൾ ഒക്കെ പരിശോധിക്കുകയാണ് പോലീസ് ഇപ്പോൾ. മാത്രമല്ല ആ നാട്ടുകാരെ കേന്ദ്രീകരിച്ചും ചോദ്യം ചെയ്യൽ നടക്കുന്നു. ആരൊക്കെ ആ ഭാഗത്ത് സമീപ സമയങ്ങളിൽ വന്നുപോയി എന്നുള്ളതൊക്കെയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. പ്രതികളാരെന്നോ ആ വിക്ടിംസിനെ, ആ കൊല്ലപ്പെട്ടവരിലേക്ക് എന്തുകൊണ്ട് ആക്രമണത്തിന്റെ സാധ്യതയുണ്ടായി എന്നുള്ളതൊക്കെ അന്വേഷിക്കും. ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.